ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലാഹ്. മഹാനായ ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതയായ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ, ഈ കുറ്റവാളിക്ക്, ഈ ക്രിമിനലിന് ഇനി ഒരാളെ വധിക്കാൻ നീ ചാൻസ് നൽകരുത്, നീ അവസരം നൽകരുത്. ഇത് ദുആ ചെയ്ത ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മുത്തഖിയെ വധിച്ചു, മണലാരുണ്യത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അം ഹസിബതും മാ തദ്ഖുലുൽ ജന്നഹ്, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? സ്വർഗം വെറുതെ പോവാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് പറ്റൂല. സ്വർഗം എളുപ്പത്തിൽ കിട്ടൂല, അത് കിട്ടൂല. അതങ്ങനെയാണ്. അം ഹസിബതും, മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, അലാ തദുല്ലാഹ ലനാ അലാ തസ്തൻസിറു ലനാ, നബിയേ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ? നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ചെയ്തുകൂടെ? എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത്? എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്? മടുത്തു നബിയേ, മടുത്തു. ഇനി സഹിക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആരാണ് ഖബ്ബാബ് എന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ്, അടുപ്പ് കൂട്ടുകയാണ്, അതിൽ തീ പുകയ്ക്കുകയാണ്, മരങ്ങളിടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം അഴിച്ചു മാറ്റുകയാണ്. ഒരു വസ്ത്രം പോലും ഇല്ലാതെ വിവസ്ത്രനായി ഖബ്ബാബ് തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തിക്കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോ, ഞാൻ പിന്മാറൂല, എനിക്കെന്റെ ഹബീബിനെ മതി, എനിക്കെന്റെ റബ്ബിനെ മതി. നിങ്ങൾക്ക് എന്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ച് കൊല്ലാൻ സാധിച്ചാലും എന്റെ ഈമാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല എന്ന് തീയിൽ കിടന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുകയാണ്. താഴെ മുഴുവനും തീയാണ്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, നോക്കൂ എന്റെ പുറം ഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറം ഭാഗം വെളുത്തിരിക്കുകയാണ്. എന്ത് പറ്റി ഖബ്ബാബ്? എന്ത് പറ്റി ഖബ്ബാബ്? എന്തേ പുറം ഭാഗത്ത് സംഭവിച്ചത്? അപ്പോഴാണ് മഹാനായ ഖബ്ബാബ് തങ്ങൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ തീയിലിട്ട് കരിച്ചതാണ് ഉമറേ, തീയിലിട്ട് കരിച്ചതാണ് ഉമറേ. ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ബിലാൽ തങ്ങള് അൽമാ അൽമാ, വെള്ളം തരുമോ, വെള്ളം തരുമോ? ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ശക്തമായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ത്രനായി വലിച്ചു കൊണ്ടുപോകുമ്പോ, ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ, ശരീരത്തിലേക്ക് തിളച്ചുമറിയുന്ന വെള്ളമൊഴിച്ചപ്പോ, ചാട്ടവാറ് കൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോ, ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ, വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് പറഞ്ഞപ്പോ ഫറഫഅ സൗബഹു, തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. ഏത് വായ എന്നറിയോ? കഅബയുടെ കില്ലയിൽ കയറിയിട്ട്, കഅബയുടെ മുകളിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന മധുരിതമായ ബാങ്കിന്റെ വിളികൾ എല്ലാ സമയങ്ങളിലും അനുഷ്ഠിച്ചിരുന്ന മഹാനായ ബിലാലിന്റെ വായയിലേക്കാണ് ആ ശത്രുക്കൾ മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് ബിലാൽ തങ്ങളെ
രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല, ഞാൻ തീയിലിങ്ങനെ കരിഞ്ഞു പോയി എന്ന് മഹാനായ ഖബ്ബാബ് തങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, അലാ തദുല്ലാഹ ലനാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കരിഞ്ഞ ഖബ്ബാബിന് തിരിച്ചൊരു ആയത്ത് ഓതി കൊടുക്കുന്നത്. കേൾക്കൂ സഹോദര, കാസർഗോട്ടുകാരാ, ഒന്ന് ചെവി തുറന്ന് കേൾക്ക്. എന്റെ സഹോദരിമാരെ ചെവി തുറന്ന് കേൾക്ക്. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ, ഒരു പനി വരുമ്പോ, കടക്കണി വരുമ്പോ, മക്കൾ മരിച്ചു പോകുമ്പോ, ഭർത്താവ് മരിച്ചു പോകുമ്പോ, ബിസിനസ് തകരുമ്പോ, പരാജയം രുചിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അള്ളാഹു എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ, കേൾക്കൂ എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. ഖബ്ബാബേ, ഖബ്ബാബേ, വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് കരുതിയോ? വലം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗ്ഗം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബ്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവസൂരികളായ പ്രവാചകന്മാർ, അവരുടെ സമുദായക്കാർ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ എന്താണ് അവർ അനുഭവിച്ചതെന്നറിയോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. അവർ അനുഭവിച്ച രോഗങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല. ഏതുവരെ എന്ന് വെച്ചാൽ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂൽ. അവരും അവരുടെ പ്രവാചകന്മാരും അല്ലാഹുവിനോട് അവസാനം പേടിച്ച് പേടിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. വസുൽസിലൂ, വസുൽസിലൂ, പേടിച്ചിട്ട് അവരുടെ കൈകാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കാലുകൾ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഹത്താ യഖൂലർ റസൂൽ, അവരുടെ കൂടെയുള്ള പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് പ്രവാചകന്മാരും സമുദായക്കാരും അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി ക്ഷമിക്കുവീൻ, ക്ഷമിക്കുവീൻ. നമ്മളോട് തന്നെ പറയാനുള്ളത് ക്ഷമയാണ്. ഒരു മുഅ്മിനിന്റെ ലക്ഷണം ക്ഷമയാണ്. ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര ക്ഷമയാണ്. പരീക്ഷണം വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടല്ല, ക്ഷമിക്കണം, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ശക്തമായ കടക്കണികൾ ഉണ്ടാകുമ്പോ തൂങ്ങി മരിക്കലല്ല, അതൊരു പരിഹാരമല്ല. എത്ര ആളുകൾ, മുസ്ലിം ചെറുപ്പക്കാർ വലിയ കടക്കണികൾ ഉണ്ടാകുമ്പോ ഒരു തുണ്ട് കാറിൽ ജീവിതം ഒടുക്കുന്ന ആളുകളില്ലേ? ആരോടാണ് ഇത് ചെയ്യുന്നത്? റബ്ബിനെയല്ലേ മരിച്ചിട്ട് കാണാൻ പോവാ? അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് മരണശേഷം ജീവിതമില്ല എന്ന വിശ്വാസമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ പറ്റുക? പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ SSLCയിലും +2വിലും തോറ്റു തൊപ്പിയിട്ടതിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യകൾ പ്രബുദ്ധമായ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ സൂചിപ്പിക്കട്ടെ, ആത്മഹത്യകൾ പരിഹാരമല്ല, അത് ഭീരുക്കളുടെ പണിയാണ്, അത് ഭീരുക്കളുടെ ജോലിയാണ്. അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാവട്ടെ. പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം? പ്രയാസങ്ങൾ ഉണ്ടാകും. അല്ലാഹുവിന്റെ സ്വഹാബാക്കളും അമ്പിയാക്കളും പ്രവാചകന്മാരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ ഒന്ന് സഹായിച്ചുകൂടെ, എന്നാ നിന്റെ സഹായം ഉണ്ടാവുക. അപ്പൊ അല്ലാഹു പറഞ്ഞു, വിഷമിക്കേണ്ട, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, താമസിയാതെ അല്ലാഹുവിന്റെ സഹായം വരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചു നിന്നാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. എടുത്തു ചാടരുത്. തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്. എടുത്തു ചാടുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം എന്നൊരു പ്രോവർബ്, അത് മുസ്ലിമുകൾക്ക് പറ്റിയതാണ്. ലാ യുൽദഉൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദ്, ഒരു മാളത്തിൽ നിന്ന് 2 തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു നബി തങ്ങളെ ഒരാൾ വധിക്കാൻ ശ്രമിച്ചു, നബി തങ്ങൾ അയാളെ വിട്ടു.
ഇനി ഞാൻ ഒരിക്കലും നബിയെ നിങ്ങളെ ഞാൻ ഒന്നും ആക്രമിക്കൂല, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞു നബി തങ്ങൾ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു. അവിടെയുമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ വാളെടുത്തു. നബി തങ്ങൾ പിടിച്ചപ്പോ മാപ്പ് നബിയെ ഞാൻ ഇനി ചെയ്യൂല. നബി തങ്ങൾ തലവെട്ടാൻ ഓർഡർ കൊടുത്തു. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്. ഒരു മാളത്തിൽ നിന്ന് 2 തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല. ഞാൻ നിന്നെ വിട്ടാൽ നീ എന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഹദീസാണ് ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്. തലവെട്ടി കളഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു. അതുകൊണ്ട് ആലോചിക്കാതൊന്നും ചെയ്യരുത്. അല്ലാഹു നമ്മൾക്ക് ഈമാനും ഈമാനിക ആവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. നാട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ കേൾക്കുമ്പോ, വെല്ലുവിളികൾ കേൾക്കുമ്പോ, പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിക്കുമ്പോ അത് തരണം ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത് ഈമാനും ക്ഷമിക്കുന്ന ശരീരവുമാണ്. അതുകൊണ്ടാണ് വബദനുന അലൽ ബലാഇ സാബിർ. എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു. അല്ലാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റട്ടെ. അപ്പൊ സഹായം ചോദിക്കാൻ ആര്? ഹബ്ബാബ് തങ്ങൾ. നബി തങ്ങൾ പറഞ്ഞു പേടിക്കണ്ട, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. അങ്ങനെയാണ് 7 വർഷം കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക എന്ന് പറയുന്ന പട്ടണം, അവരുടെ പഴയ ഗ്രാമം മുസ്ലിമീങ്ങൾ പിടിക്കുന്നത്. അലാ, ക്ഷമിക്കാൻ തയ്യാറായാൽ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ അല്ലാഹുവേ, എന്റെ മരണശേഷം ഒരാളെയും വധിക്കാൻ ഇയാൾക്ക് അവസരം നൽകരുത്. അദ്ദേഹം മരിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. ഉറങ്ങാൻ കിടന്നു. തന്റെ വിരിപ്പുമെടുത്ത് ബെഡിൽ ഉറങ്ങാൻ കിടന്നു. ശരീരമാസകലം മറച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഞെട്ടി ഒരു ഉണരൽ. എന്ത്? സഈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. എന്തിനാണ് എന്നെ കൊന്നത്? സഈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. എന്തിനാണ് എന്നെ കൊന്നത്? എന്ത് തെറ്റിന്റെ പേരിലാണ് എന്നെ കൊന്നത്? ഉറക്കം കിട്ടിയില്ല. കണ്ണ് ചിമ്മുമ്പോഴേക്കും സഈദ് തങ്ങൾ ഉറക്കത്തിലൂടെ വന്ന് പേടിപ്പിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ സഈദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്റെ രക്തത്തിന്റെ പ്രതികാരം എനിക്ക് വേണം. എന്തിനാണ് എന്നെ കൊന്നത്? ഇത് ചോദിച്ചപ്പോ പേടിച്ച് ഞെട്ടി ഉണരുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി 3 ദിവസം സംഭവിച്ചു. 30 ദിവസക്കാലം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം 30 ദിവസത്തെക്കാൾ കൂടുതൽ മഹാനായ സഈദ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഹജ്ജാജ് ജീവിച്ചിട്ടില്ല. ആ 30 രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്നിട്ട് പറയായിരുന്നു, മാലി വലിദമി സഈദ്. വേണ്ടായിരുന്നുവല്ലോ, ഈ സഈദിനെ കൊല്ലേണ്ടായിരുന്നല്ലോ, വെറുതെയായിരുന്നു ഈ സഈദിനെ കൊന്നത്. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് ഉറക്കം ലഭിച്ചിട്ടില്ല. മാലി വലിദമി സഈദ്. ഇത്രയും ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കൊലവിളിച്ചിട്ട് പ്രയാസമില്ലാതെ എനിക്ക് സഈദിനെ കൊന്നപ്പോൾ പ്രയാസമുണ്ടായല്ലോ. അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കില്ലാതെ, ഊണില്ലാതെ, വിശ്രമമില്ലാതെ 30 ദിവസം തള്ളി നീക്കി 30ാമത്തെ ദിവസം ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം ഒരാളെയും വധിക്കാൻ ഹജ്ജാജിന് അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. ഇതാണ് ആലിമീങ്ങളുടെ ദുആ.